നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് താമരശ്ശേരിയിൽ വീടിനകത്ത് അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമം. നടക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. വീടിനകത്ത് കയറി പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അജ്ഞാതനാണ് വീട്ടിനുള്ളിലേക്ക് കടന്നു കയറി പെൺകുട്ടിയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ക്രൂരത കൂടി പെൺകുട്ടിയോട് ചെയ്തിരിക്കുന്നു. വിസർജ്യം പുരട്ടിയ തുണി കൊണ്ട് 19-കാരിയെ ശ്വാസം മുട്ടിക്കാൻ ഇയാൾ ശ്രമിച്ചു എന്നതും ഏറ്റവും ഭയാനകമായി മാറുകയാണ്. പിന്നാലെ പെൺകുട്ടി പ്രതിരോധിച്ചു, തള്ളി മാറ്റി ഇയാളെ കുട്ടി ബഹളം വയ്ക്കുകയും ചെയ്തു. പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം വന്നതോടെയാണ് ഇയാൾ ഓടി മറഞ്ഞു. പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ, നാടകീയ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. താമരശ്ശേരി കാരാടിപ്പാൽ സൊസൈറ്റിക്ക് സമീപമുള്ള വീട്ടിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് 6:30യോടെയാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. മാതാവും ബാങ്ക് ജീവനക്കാരിയായ മകൾ, 2ാം വർഷ ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥിനി എന്നിവരടങ്ങുന്നവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഈ വിദ്യാർത്ഥിനിയും പ്രായമായ അമ്മയും മാത്രമാണ്. വീടിന്റെ പിൻവശത്തെ വാതിലൂടെയാണ് ഇയാൾ വീട്ടിലേക്ക് വന്നത്. വീടിന്റെ മുൻവശത്ത് അയൽവാസികളിൽ ചിലർ വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതായി മാതാവ് പോയി. ഈ സമയത്താണ് ഇയാളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പുറകുവശത്തെ വാതിലടയ്ക്കാൻ മറന്നു. ഇതും ആക്രമണത്തിനൊരു അല്ലെങ്കിൽ അജ്ഞാതന്റെ വീട്ടിനുള്ളിലേക്ക് കയറാനുള്ള ഒരു സൗകര്യമായി മാറുകയായിരുന്നു. ഈ സമയത്ത് അകത്ത് കടന്ന പ്രതി ഒരു നൈറ്റി മുറിയിൽ അലമാരിൽ നിന്ന് കവർന്ന് വീടിന്റെ പുറകുവശത്തെ ശുചിമുറിയിൽ പോയി വിസർജ്യം പുരട്ടിയ ശേഷമാകും തിരിച്ചു വന്നത് എന്നാണ് കുടുംബത്തിന്റെ നിഗമനം. മറ്റൊരു മുറിയിൽ കമിഴ്ന്ന് കിടന്ന് മൊബൈൽ നോക്കുകയായിരുന്ന 19-കാരിയുടെ കണ്ണും മുഖവും ഈ തുണി കൊണ്ട് അമർത്തി പിടിക്കുകയായിരുന്നു. പുറകിലൂടെ വന്നപ്പോൾ ആദ്യം തന്റെ ചേച്ചി ആയിരിക്കുമെന്ന് പെൺകുട്ടി കരുതി. പിന്നാലെയാണ് മുഖം അമർത്തി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചത്. ഉടൻ പെൺകുട്ടി ഇയാളുടെ കൈ തട്ടി മാറ്റി. ഇതോടെ പ്രതി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. ഓട്ടത്തിനിടെ തുണി താഴെ വീണു. ഈ പ്രദേശത്ത് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള അതിക്രമങ്ങൾ സ്ഥിരമായി ഉണ്ടാകാറുണ്ട് എന്നാണ് ഇവിടെ സ്ത്രീകളൊക്കെ പരാതിപ്പെടുന്നത്. അപ്പോൾ ഗൗരവകരമായിട്ട് എടുക്കേണ്ടിയിരിക്കുന്ന വിഷയത്തെ ആ നാട്ടിലെ സ്ത്രീകൾക്കൊക്കെ ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവരുടെ ഒരു പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഈ നാട്ടിൽ വർദ്ധിക്കുന്നു എന്നാണ്, അതായത് ആ പ്രദേശത്ത് വർദ്ധിക്കുന്നു എന്നാണ് അവിടുത്തെ സ്ത്രീകളൊക്കെ പറയുന്നത്. മാത്രമല്ല ഒളിഞ്ഞു നോട്ടം ഉണ്ടാകാറുണ്ട്, സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പ്രതിയെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പെൺകുട്ടി വ്യക്തമാക്കുന്നത്. എന്നാലും സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തു അന്വേഷണം നടത്തുകയാണ്. നിർണായകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിലുള്ള അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? മോഷണമായിരുന്നോ, മറ്റെന്തെങ്കിലും ഉദ്ദേശമായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതിയെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ എന്തായിരുന്നു പ്രതിയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്തിന് ഇത്തരത്തിലൊരു വീട്ടിൽ അതിക്രമിച്ച് കയറി ഇത്രയും ഹീനമായ രീതിയിൽ വിസർജ്യം പുരട്ടിയ തുണി കൊണ്ട് മുഖത്ത് പൊത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം വൃത്തികേടാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം ഹീനമായ ഒരു ആക്രമണമാണ് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ക്രൂരത അല്ലെങ്കിൽ ഇത്രയും ഹീനമായ പ്രവൃത്തിയിലേക്ക് പ്രതി നയിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആ കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. പ്രതിയെ കണ്ടുപിടിക്കാനുമുണ്ട്. ഇനി നമ്മൾ പോകുന്നത് സേലത്തേക്കാണ്. സേലത്ത് നിന്ന് വരുന്ന ഒരു വാർത്ത കൂടി നമുക്ക് നോക്കാം. സേലത്ത് അമ്മയും 2 മക്കളും മാത്രം താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി അജ്ഞാതൻ 10 വയസ്സുകാരനെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല പ്രതിരോധമുണ്ടായി. ഈ പ്രതി ഇത്തരത്തിൽ കൊടും ക്രൂരത 10 വയസ്സുകാരനോട് ചെയ്തപ്പോൾ തടയാൻ ശ്രമമുണ്ടായി. അമ്മയാണ് തടയാൻ ശ്രമിച്ചത്. പിന്നാലെ അമ്മയ്ക്കും കുത്തേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. വളരെ ഭയാനകമായ സംഭവ വികാസങ്ങളാണ്. വീട്ടിനകത്ത് കയറി കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതൊരു 10 വയസ്സുകാരനെ. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതി ലഹരിക്ക് അടിമയാണ്. ലഹരിക്ക് അടിമപ്പെട്ട് ആളുകൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. ഈ മനുഷ്യരെല്ലാം ലഹരിക്ക് അടിമപ്പെട്ട് ഒരുപാട് ക്രൂരതകൾ ചെയ്തു കൂട്ടുകയാണ്. അത്തരത്തിൽ ഒരു ലഹരിക്ക് അടിമയായ വ്യക്തിയാണ് ഈ ഒരു 10 വയസ്സുകാരനെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. നാട്ടുകാരൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് എന്താണ് കാരണമെന്ന് അറിയില്ല, ഒരു കാരണവും ഇല്ലാതെയാണോ ഇയാൾ ആക്രമണം നടത്തിയതെന്ന ചോദ്യമൊക്കെ ശക്തമാണ്. യുഷ്കന്ത് എന്ന 10 വയസ്സുകാരനാണ് ദാരുണാന്തി സംഭവിച്ചിരിക്കുന്നത്. ശരീരമാസകലം യുഷ്കന്തിന് കുത്തേൽക്കുന്ന സാഹചര്യമുണ്ടായി. സംഭവ സ്ഥലത്ത് തന്നെ കുട്ടിക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയായിരുന്നു. അമ്മ സത്യ 45 വയസ്സുകാരിയാണ്. ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഗുരുതര പരിക്കുകളോടെ സേലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമ്മയെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ചികിത്സയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അമ്മ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. മകനെ പക്ഷേ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. അമ്മയ്ക്ക് താങ്ങാനാകാത്ത ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഉറ്റവരൊക്കെ ഇത്, അതും ഒരു ക്രൂര കൊലപാതകം, എന്തിൻ്റെ പേരിൽ
പേരിലായാലും എന്തിനാണ് കൊന്നത്, അല്ലെങ്കിൽ ഒരു 10 വയസ്സാനെ കൊല്ലാൻ മാത്രം എന്ത് വകയായിരുന്നു പ്രതിക്കുണ്ടായിരുന്നത് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. താരമംഗലം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മേട്ടൂരിൽ ലഹരി ഉപയോഗിച്ചെത്തിയ 4 യുവാക്കൾ ചായക്കടയിൽ സംഘർഷമുണ്ടായിരുന്നു. ചായക്കടയിലെ വാക്കേറ്റമുണ്ടായി. ചായക്കടയിലെ ജീവനക്കാരനെ ചില്ല് ഗ്ലാസ് കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ കൊലപാതകങ്ങൾ സ്ഥലകാല ഭേദമന്യേ ഇപ്പോൾ കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ ഇത്തരത്തിൽ അതിക്രൂരമായ കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ കടന്നു പോകുമ്പോൾ ഒരു കൊലപാതകമെങ്കിലും ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഇവിടെ മേട്ടൂരിലെ സംഭവം നോക്കുകയാണെങ്കിൽ മേട്ടൂരിൽ ജീവനക്കാരനെ ചില്ല് ഗ്ലാസ് കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പുക വലിക്കുകയായിരുന്ന സംഘം ചായ എടുക്കുന്നതിനിടെ തൊഴിലാളിയുടെ മുഖത്തേക്ക് പുക ആയി. അപ്പോൾ ഇത് ചോദ്യം ചെയ്തതിന്റെ പ്രകോപനത്തിലാണ് ചായ കുടിച്ച ശേഷം ഗ്ലാസ് പൊട്ടിച്ച് കുത്തി കൊലപ്പെടുത്തിയത്. സേലം മേഖലയിൽ ലഹരിക്കടിമായ യുവാക്കളുടെ അതിക്രമങ്ങൾ വ്യാപകമാണെന്നും പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനവും നൽകുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.